ഞാനൊരു സിനിമാ സംഗീത സംവിധായകനായതുകൊണ്ട് ആയിപ്പോയതാണ്. ഇപ്പം നമ്മുടെ എന്താ പറയണ്ടേ ലെജൻസ് അവർക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കാണ്ട് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള സംഗതിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ സ്വാമിയിൽ എന്തുകൊണ്ടും വിളിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വം ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു പാട്ടെടുത്ത് ഇപ്പോൾ ഇത് നിങ്ങൾ മുതിർന്നവർക്ക് പറയാമല്ലോ, കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പറയാണ് മക്കളെ, ഇതിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഏതെങ്കിലും ഒരു രാഗത്തിലൊരു പാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചാൽ മതി. നിങ്ങൾക്കൊരു 10 കീർത്തനം പഠിച്ചതിന് തുല്യമാണ്. അത്രയ്ക്ക് ആ രാഗത്തിൻ്റെ അന്തസത്ത മുഴുവൻ അതിലേക്ക് ആവാഹിച്ച് കമ്പോസ് ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് ദക്ഷിണാമൂർത്തി സ്വാമി. കൈതട്ടണം. ദക്ഷിണാമൂർത്തി സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൈതട്ടാന്ന് പറഞ്ഞാൽ തന്നെ മഹാബോധം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കുറച്ച് പാടിത്തരാം. ഇതിപ്പോൾ സമയം ഈ കുഞ്ഞുങ്ങൾ കുറേ കിടന്ന് ചലങ്കമായിട്ട് നടക്കുന്നതുകൊണ്ട് ഒരു പല്ലവി പാടിത്തരാം. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. നായക സദസ്സിലെ നവരത്ന വീണയിൽ നായക സദസ്സിലെ നവരത്ന വീണയിൽ നാണം തൊടുമ്പും നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ. നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ. നിന്മന്ദഹാസമാ ബോധനിലാവിൽ നിന്മന്ദഹാസമാ ബോധനിലാവിൽ എൻ മനക്കണ്ണുകൾ വിടരട്ടെ. മനസ്സിലുണരൂ ഉഷസന്ധ്യ. അതുപോലെ എനിക്ക് നമുക്ക് ചില പാട്ടുകൾ നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് പറഞ്ഞാണ്. ചിലത് ഞാൻ എല്ലാ സദസ്സുകളിലും പറയും. അത് ഇവരുടെ ഒന്നും വേറെ പാട്ട് അതിലൂടെ അതുകൊണ്ടല്ല, എനിക്ക് ഈ പാട്ടിനോടൊക്കെ ഒരു പ്രതിപത്തി ഉള്ളതുകൊണ്ടാണ് അത് സഹിക്കുന്നത്. അതുപോലെ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ സംഗീതവും എടുത്താൽ പിന്നെ വേറെ പേരൊന്നുമില്ല. ദേവരാജ മാസ്റ്റർ എത്ര അതിമനോഹരമായിട്ടുള്ള നമ്മുടെ മലയാള ഇതൊരു സിനിമാ ഗാനം ഇങ്ങനെ ഇരിക്കണം എന്ന് കാണിച്ചു തന്ന നമ്മുടെയൊക്കെ തലതൊട്ടപ്പനാണ് ദേവരാജ മാസ്റ്റർ. അത്രയും ചൂടനായിരുന്നു. അത് ഞാൻ മാഷിനെ കാണാൻ പോയി ചെന്നൈയിലുള്ളത്. അത് മിക്കവാറും ചിലർക്കൊക്കെ അറിയാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ പറയാമെന്നുള്ള കേട്ടോ. അപ്പം അദ്ദേഹം ഞാൻ വരുന്നു, അദ്ദേഹം അവിടെ നിന്നൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. ചെടിയിൽ നിന്നൊന്നും പറയാനില്ല, അത് ചെറിയൊരു തളിര്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാഷങ്ങ് വെള്ളം ഒഴിക്കുകയാണ്, നിർത്തുന്നില്ല. അതിനാ ചെടി വീണ് നിലത്ത്. എന്നിട്ട് മാഷ് വെള്ളം ഒഴിക്കുക, ഇവിടെ നിൽക്കട്ടെ. അതിനെ ചെടിയെ ഒരു ലെവലാക്കിയിട്ട് അപ്പോഴത്തേക്ക് ഒരു മലയാളി ഇവിടുന്ന് തലയിലൊക്കെ എണ്ണയൊക്കെ പെരട്ടി കുടുകൂടാന്ന് വന്നിട്ട് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് നമ്മളൊരു മര്യാദയ്ക്ക് സ്വാമി വരട്ടെ, ദക്ഷിണാമൂർത്തി അച്ഛൻ ദേവരാജ മാഷ് വരട്ടെ എന്നിട്ട് കാണാമെന്ന് പറഞ്ഞിരിക്കും. ഇതേ ഇടിച്ചു കയറി പോയിട്ട് മാഷിൻ്റെ അടുത്ത്, മാഷേ നമസ്കാരം. എന്താ മാഷിനെ എന്ത് കാണാൻ വന്നു എന്നൊരു വെള്ളം പിടിച്ചോണ്ട് അത് നടത്തി കണ്ട പോ. ഇത് കേട്ടപ്പോൾ നമ്മൾ പാടി കേൾപ്പിക്കാൻ നിൽക്കുക ദേവരാജ മാഷിനെ. അപ്പോൾ ഉള്ള കോൺഫിഡൻസ് മുഴുവൻ പോയി. ഇപ്പോൾ വന്നു മാഷ്
മാഷ് വന്നപ്പോൾ ഞാൻ ആദ്യം പോയി കാലിനെ തൊട്ട് തൊഴുത് മാഷെ പാടും എന്നപ്പോൾ ആദ്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ആ കഴുതയും പാടും. ഗ്യാസിൽ പോയി. പക്ഷെ എങ്കിലും മാഷിൻ്റെ പാട്ട് അവിടെ നിന്ന് അത്രയും ഞാൻ കുറേ പാട്ട് പാടി മാഷിൻ്റെ മുമ്പിൽ. അപ്പം അദ്ദേഹം ഒരു അരമണിക്കൂറോളം കണ്ണടച്ചിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു വിഷമവും എണീക്കാനും വയ്യ. മാഷ് പറയാത്തതുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ വെയിൽ വരുന്നു, വെയിലടിച്ചിട്ട് എല്ലാ സ്ഥലവും പൊള്ളിയിരിക്കുകയാണ്. അതാണ് മാഷ് എണീറ്റ് ആ പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് പടമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വായിൽ അങ്ങനെ കേട്ടത് തന്നെ വലിയ കാര്യം. അപ്പം ആ മഹാനായ ദേവരാജ മാഷിന് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പാടുന്നു. പുൽത്തിങ്കൾ കര പൊട്ടു തൊട്ട ഹിമവർഷയിലാഗ്രശൃംഗത്തിൽ വെൺപൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർച്ചടി ഹസ്തമാർന്ന തുടിതന്നു താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവ സുന്ദരം സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീശൈല ശിവശൈല സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീശൈല ശിവശൈല സത്യശിവ സൗന്ദര്യം ആദിയുഷസ്സു വിടർന്നു ആദിമനാര തരംഗമുഴങ്ങുന്നു ആദിമഹസു തെളിഞ്ഞു ആദിമനാര തരംഗമുഴങ്ങുന്നു പ്രപഞ്ചദർശനമൂല്യങ്ങൾ പ്രപഞ്ചദർശനമൂല്യങ്ങൾ സത്യശിവ സൗന്ദര്യങ്ങൾ ഭദ്രപീഠമീശൈലം ശിവശൈലം സത്യം ശിവം സുന്ദരം. അതുപോലെ